Hello friends, welcome back to my channel Sana's Beauty Tips. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്ന ഒരു ഫേസ് പാക്ക് ആണ്. നമ്മുടെ സ്കിൻ പെട്ടെന്ന് നല്ല വൈറ്റൻ ആവാനും ഇൻസ്റ്റന്റ് ഗ്ലോ ഒക്കെ തരുന്ന ഒരു ഫേസ് പാക്ക് ആണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് ഓട്സ് ആണ്. 2 ടീസ്പൂൺ ഓട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓട്സ് വെച്ചിട്ടുള്ള മറ്റൊരു ഫേസ് പാക്ക് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നാണെങ്കിൽ താഴത്തെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഞാനൊരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിനെ സൺ ഡാമേജിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സ്കിൻ നല്ല സോഫ്റ്റ് മോയ്സ്ചറൈസർ ആക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റമിൻ ഇ സഹായിക്കുന്നത്. അപ്പോൾ നമുക്കത് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ തേനാണ് ചേർക്കേണ്ടത്. അതും കൂടി ചേർക്കാം. നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റൻ ആക്കാനും വൈറ്റൻ ആക്കാനും അതുപോലെ മുഖക്കുരു മാറാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ് തേൻ. മാത്രമല്ല തേൻ നല്ലൊരു ക്ലെൻസറാണ്. മുഖക്കുരു മാറ്റാനും മുഖത്തെ കറുത്ത പാടുകളും കുരുക്കളൊക്കെ മാറ്റാനായിട്ടൊക്കെ വളരെ നല്ലതാണ് തേൻ ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ ചേർക്കുന്നത് തൈരാണ്. 2 ടീസ്പൂൺ തൈരും കൂടി ചേർക്കാം. ഓട്സ് ഒന്ന് കുതിരാൻ വേണ്ട ഭാഗത്തിന് തൈര് ചേർത്ത് കൊടുക്കാം. തൈരില്ലെന്നാണെങ്കിൽ പാലാണെങ്കിലും ചേർക്കാം. അടുത്തതായി ഞാൻ എടുക്കുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ഇല്ലെന്നാണെങ്കിൽ കോക്കനട്ട് ഓയിലാണെങ്കിൽ ഉപയോഗിക്കാം. 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ നമ്മുടെ സ്കിൻ നല്ല ഫ്രഷ് ആയിട്ടും ഹൈഡ്രേറ്റഡ് ആയിട്ടൊക്കെ വെക്കാൻ സഹായിക്കുന്നുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് ജോജോബ ഓയിലാണ്. നല്ലൊരു ബ്യൂട്ടി ഇൻഗ്രീഡിയൻ്റ് ആണ് ജോജോബ ഓയിൽ. നമ്മുടെ സ്കിന്നിൻ്റെ പല പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണിത്. നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല മോയ്സ്ചറൈസ് ആയിട്ട് വെക്കാനും ഫ്രഷ് ആയിട്ട് വെക്കാനും സഹായിക്കുന്നുണ്ട്. ജോജോബ ഓയിൽ ഇല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓൺലൈൻ മേടിച്ചതാണ്. 10 ml ഒരു ബോട്ടിലിന് ഏതാണ്ട് ഒരു 200 രൂപയോളമായി. സ്കിന്നിൽ മാത്രമല്ല നമ്മുടെ ചുണ്ടുകൾ നല്ല സോഫ്റ്റ് ആവാനും തലമുടി വളരാനൊക്കെ വളരെ നല്ലതാണ് ജോജോബ ഓയിൽ ഉപയോഗിക്കുന്നത്. ഇതൊരു 2-3 തുള്ളി മാത്രം ചേർത്താൽ മതി, ഒരുപാട് ഒഴിക്കരുത്. മാത്രമല്ല ജോജോബ ഓയിൽ ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനും പാടില്ല. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. കാരണം ഓട്സ് നന്നായിട്ടൊന്ന് കുറുകി വരണം. ഒരു 10 മിനിറ്റ്സ് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഓട്സൊക്കെ കുറുകി നന്നായിട്ട് മിക്സായി കിട്ടും. ഓട്സ് നല്ലൊരു എക്സ്ഫോയിലേറ്റർ ആണ്. നമ്മുടെ സ്കിന്നിൽ ഡെഡ് സെൽസും അതുപോലെ ഡേർട്സൊക്കെ കളയാനും എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ നീക്കം ചെയ്ത് സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കി വെക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഓട്സ്. മാത്രമല്ല ഓട്സിൽ അമിനോ ആസിഡ്സ് ഉണ്ട്. നമ്മുടെ സ്കിന്നിൽ ഡിസ്കളറേഷൻ മാറ്റാനും ഡാർക്ക് സ്പോട്ട്സും എന്തെങ്കിലും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നല്ല ലൈറ്റൻ ആക്കാനും ബ്രൈറ്റൻ ആക്കാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുകിയതിന് ശേഷം വേണം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഈ ഓട്സ് പൊടിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇത് പൊടിക്കാതെ ചേർത്തുകൊണ്ടാണ് കുറച്ച് നേരം കുറുകാൻ വെക്കേണ്ടത്. ഇനി നമുക്കിത് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ നമ്മുടെ കയ്യിലും മുഖത്തും കാലിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് 1-2 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്ത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം കഴുകി കളയാനായിട്ട്. നമ്മുടെ സ്കിൻ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. നിങ്ങളുടെ സ്കിന്നൊന്ന് ഡള്ളായെന്ന് തോന്നുമ്പോൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ആഴ്ചയിൽ ഒരു 1-2 തവണ ഉപയോഗിച്ചാൽ മതി. നമ്മുടെ സ്കിന്നൊന്ന് ഡള്ളായി നന്നായിട്ട് ഒരു കരിവാളിച്ചൊക്കെ ഇരിക്കുന്ന ഒരു സമയത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാക്കാണ്. പെട്ടെന്ന് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു ഗ്ലോയും നല്ല റേഡിയൻറ്റ് സ്കിന്നൊക്കെ നമുക്ക് കിട്ടും. ചിലർക്ക് ചിന്തിക്കും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ഭയങ്കര ഓയിലി ആയി പോകുന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇതിൽ ഒലിവ് ഓയിലും തേനും വൈറ്റമിൻ ക്യാപ്സ്യൂളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഭയങ്കര ഓയിലി ആയിട്ടൊന്നും ഇരിക്കില്ല. അതുപോലെ ഭയങ്കര ഡ്രൈയും ആയിരിക്കില്ല. ഒരു മീഡിയം പരുവത്തിൽ, അതായത് ഒരു നോർമൽ പരുവത്തിലായിരിക്കും നമ്മുടെ സ്കിൻ ഉണ്ടാവുക. നല്ലൊരു പാക്കാണ് കേട്ടോ. ഓയിലി സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ പാക്കാണ്. കാരണം ഓയിലി സ്കിന്നുകാർക്ക് ഒരുപാട് ഓയിലായി പോവുകയോ ഡ്രൈ സ്കിന്നുകാരുടെ സ്കിൻ ഒരുപാട് ഡ്രൈ ആയി പോവുകയോ ചെയ്യില്ല. നമ്മുടെ സ്കിൻ നല്ല ഫ്രഷ് ആയിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കും. അതാണ് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഗുണം. പോരാത്തതിന് നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റൻ ആക്കാനും വൈറ്റൻ ആക്കാനും കൂടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ഓട്സ് ഒക്കെ ഇരിക്കുന്നവർ ഈ ഒരു ഫേസ് പാക്ക് മറക്കാതെ ട്രൈ ചെയ്യുക. നല്ല റിസൾട്ട് ഉണ്ടാവും. നല്ലൊരു ഫേസ് പാക്കാണ്. ഞാൻ എൻ്റെ കൈ കഴുകിയിട്ടുണ്ട്. കാര്യമായിട്ട് നിറമൊന്നും വെച്ചിട്ടില്ല. എന്നാലും സ്കിൻ നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. കുറച്ച് ചുളിവൊക്കെ പോയി നല്ല ഹൈഡ്രേറ്റഡ് ആയി നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. നല്ലൊരു വ്യത്യാസമുണ്ട് 2 കൈയും തമ്മിൽ. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ഗ്ലോയും ഫ്രഷൊക്കെ ആവണമെന്നുള്ളത് ഈ ഒരു പാക്ക് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള കൊച്ചു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി.